ഇനിയേ മറ്റേ നമ്മളെ കാന്താര കണ്ടില്ലേ, കാന്താര കുഞ്ഞിക്കേണ്ടത് എന്താ പരിപാടി? ജിമ്മ പോകാൻ പറ്റോടാ. ജിമ്മക്ക് പോവാനേ ഒരു മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ല. ഹലോ ഗൈസ്, ഞാൻ പിന്നെ വന്നു. ഞാൻ ഇന്നലെ കിട്ടുള്ളൂ അല്ലേ? നീ നോക്കിയൊക്കെ എനിക്ക് അതിനുള്ള പ്രാണിയില്ല ഗൈസ്. വിട്ട് കൊടുക്കരുത്. ജിമ്മ അത് പൊങ്ങില്ല. ഇത് എത്രയിലാണ്? 20? 20 12 ഉണ്ടാവും. 12 പോരാ. ഇത് ചെക്കനെക്കാട്ടിലും വെയിറ്റ് ഉണ്ട്. എന്തൊക്കെയാ അറിയാം. എന്താ അവളുടെ കാൽക്കുലേഷൻ നോക്കി എങ്ങനെ എടുക്കണ്ട? ഇങ്ങനല്ലേ കൈ ഇങ്ങനെയൊക്കെ പോണു. ഇനിയേ മറ്റേ നമ്മളെ കാന്താര കണ്ടില്ലേ, കാന്താര. പൊളിയല്ലേ നായകൻ, പൊളിച്ചു ആക്ടിങ്. അയാൾ അതിനു വേണ്ടി എത്ര വർഷം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവൂല്ലേ? ഒരു 5 വർഷം. 2022 ഇറങ്ങിയത് മറ്റേത് ഫസ്റ്റ് പാട്ട്. ഒരു 3 വർഷം. അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും ആൾക്കാരും എത്ര കോടി ചെലവായിട്ടുണ്ടാവൂലേ? ഇറങ്ങിയതിന്റെ ഡബിൾ കിട്ടിയെന്ന് തോന്നണം. അതെന്തായാലും പൊളിച്ചു. ഓരോരുത്തരില്ലേ മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിട്ട്? അതെനിക്ക് നായകൻ തന്നെ. നായകനോ? പിന്നെ ജയറാം പറയാതിരിക്കാൻ വയ്യ. അവൻ പൊള്ളി ആക്ടിങ്ങില് നമ്മുടെ മലയാളത്തിൽ നിന്ന് നന്നായിട്ട് ഒരു പടം ചെയ്യാൻ പറ്റിയതില് ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പിന്നെ നായികന്റെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ. പക്ഷെ ക്ലൈമാക്സ് ഉണ്ടപ്പോ എനിക്ക് ആ ബോധ്യം മാർക്കറ്റ് കഴിച്ചു. പക്ഷെ നായികയുടെയും ജയറാമിന്റെയും ഇതില്ലേ, മറ്റേ ഇവര് പ്ലാൻ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, പ്ലാൻ ചെയ്തതിന്റെ ഒരു പകുതി ഭാഗം അവന്റെ അടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് പറയണേ അവളെങ്ങനെ ഇട്ടിട്ടേ എന്താ പൂച്ചക്കുട്ടിയോ ചെല്ലുക്കുട്ടിയോ പാവം ചെല്ലുക്കുട്ടി ചത്തുപോയി. ചത്തുപോയിട്ട് ആദ്യമായിട്ട് കഴിച്ചു. ഞങ്ങക്ക് ചിരി വരുന്നത്. പിന്നെ നല്ല കോമഡിയാണ് അല്ലേ? നല്ല ഇടയില് അടിപൊളി കോമഡി ഉണ്ട്. അതുകൊണ്ട് ചിരിച്ചങ്ങടും മലങ്ങി നമുക്ക്. പക്ഷെ ആ ടൈഗർ വരുന്ന സീൻ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു അല്ലേ? രക്ഷയില്ല. മേക്കിങ് ഒരു രക്ഷയില്ല. അതും അവനത് രണ്ടാളും കൂടി എടുത്താണ് കാണിക്കില്ലേ, ആ ശിലയൊക്കെ കാണിക്കുമ്പോ. പിന്നെ ആ കണ്ണിലേക്ക് അവൻ ആ ഒരു ശക്തി കൊടുക്കണത് അതൊക്കെ ശരിക്കും അടിപൊളി. പുലി കൊടുക്കുമ്പോഴല്ലേ ഫേസ് ടു ഫേസ് വന്നിക്കുമ്പോ അത് അടിപൊളി. ആ സീന് പൊളിയായിരുന്നു. പിന്നെ കുരങ്ങന്മാരൊക്കെ കണ്ട ശരിക്കും കുരങ്ങന്മാരും ഇങ്ങനെ വന്നിട്ടില്ലേ അറ്റാക്ക് ചെയ്യണ പോലെ തന്നെ ഉണ്ട് ആ സാധനത്തിലേ. മറ്റേ പൈസ മുതലാവും ആ സിനിമ. അതെ സാധനം ഉണ്ട് സിനിമയ്ക്ക്. ഞങ്ങളത് പെട്ടെന്ന് അത് നമ്മുടെ പ്രജി ഏട്ടൻ കേട്ടോ, ഞങ്ങളെ വല്യച്ഛൻ്റെ മകൻ. ഞങ്ങളെ എന്താ പറയുക വിളിച്ച് വരുത്തിച്ച് പോയി കണ്ട സിനിമയാണ്. ഫുൾ ചെലവ് അവൻ്റെ വരെ. സെറ്റ്. താങ്ക് യു എടത്തിയമ്മ, താങ്ക് യു പ്രജി ഏട്ടാ. പിന്നെ കിയാരൂര് ഞങ്ങളെ നമ്മളെ മറന്നൊക്കെ പെണ്ണ്. എന്താ സാധനം കോതരിക്കൊക്കെ പോകുമ്പോ നല്ല രസമായിരുന്നു. നല്ല വർത്താനൊക്കെ പറഞ്ഞു. ഇപ്പൊ മറന്നു തോന്നുന്നു കുട്ടി. സാരില്ല, ചെറുതല്ലേ. കുഞ്ഞാപ്പ പറയണേ, കുഞ്ഞാപ്പച്ചി എപ്പോഴും ഇഷ്ടപ്പെട്ട സുമതി വളവ് മാത്രമേ. സുമതി വളവിന് അവൻ നമ്മളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ചെന്ന് മറ്റേ എന്താ ഗേറ്റ് തുറക്കണ സിനിമ അതില് ആ ചെക്ക് പോസ്റ്റിനെ പറയണേ, ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റത്തെ അങ്ങോട്ട് പോവാതിരിക്കണ ഇതില്ലേ. ആ കുട്ടിയുടെ ക്യാരക്ടർ നല്ല ഇഷ്ടമാണ്. ആ ചെറുക്കന്റെ ക്യാരക്ടർ നല്ല ഇഷ്ടം. അതേപോലെ എന്തൊരു കാന്താരയിലാണ് ആ പെൺകുട്ടി അല്ലേ? അത് സിനിമയില
പെൺകുട്ടി ആയാലും തന്നെയാണ് സുമതി വളവില്. സുമതി വളവില് നമ്മുടെ കാര്യമൊക്കെ പിന്നെ ആരാ നോക്കാതെ അതല്ലേ ഒരു പെൺകുട്ടി കാട്ടിയും അല്ല കളരി ചെയ്യണതൊക്കെ. അത് ഏതിലാന്നറിയോ? ലോകയില്. അതും പറയാം നമുക്ക്. ലോകേന്റെ കാര്യം നമ്മള് പറഞ്ഞിട്ടില്ലല്ലോ. ലോക അടിപൊളിയായിരുന്നു. ഒരു ന്യൂജൻ പ്രേതപ്പടം അടിപൊളിയായിരുന്നു. ആ കുട്ടിയുടെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ കല്യാണി കൊള്ളാം, പക്ഷെ ആ കുട്ടിയുടെ അടിപൊളിയാണ്. എന്നിട്ട് നമ്മുടെ ചെറുപ്പണ്ണെ പോലത്തെ ഒരു പട്ടി ഉണ്ടായി. എന്നിട്ട് അത് കണ്ടിട്ടാണ് ഭയങ്കര ഇഷ്ടമായി. കുട്ടറെ പിന്നാലെ ഇങ്ങനെ കൂട്ടണം അതൊക്കെ കണ്ടിട്ടാണ് ഭയങ്കര ഇഷ്ടമായി. അവനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണിക്കാൻ കൊണ്ടായത് മഞ്ഞുമൽ ബോയ്സ് ആണ് കേട്ടോ ഗൈസ്. അപ്പൊ പിന്നെ പിന്നെ അതിലത്തെ സോങ്സ് ഒക്കെ വരുമ്പോ അവൻ പറയും ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമയാണ് അങ്ങനെ പറയും. പിന്നെ സെക്കൻഡ് അവൻ കണ്ടത് ഗൈസ് എന്താ ലോക അല്ല സുമതി വളവ്. പിന്നെ കണ്ടത് ലോക, പിന്നെ കാന്താര. അപ്പൊ മൂന്നും ഏകദേശം ഒരേ അല്ലേ? ഒരേ. അവൻ ആദ്യം തന്നെ സുമതി വളവ് കാണുന്നുണ്ട്. അതങ്ങ് മാറി കിട്ടി, ആ പേടി അങ്ങ് പോയി കിട്ടി തോന്നുന്നു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല സീനിലൊക്കെ പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഹിന്റൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ ചെവിയൊക്കെ പിടിച്ച് കണ്ണൊക്കെ ഇങ്ങനെ മറിച്ച് അവനിങ്ങനെ സെറ്റാക്കി എടുക്കാറുണ്ട്. ചെറുതായിട്ട് ഉറങ്ങുകയും ചെയ്തിരുന്നു. അവനൊരു പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക, പെട്ടെന്ന് തൊള്ളട, അതൊക്കെ അവൻ ഇപ്പോഴും ഭയങ്കര പേടിയാണ്. അതൊക്കെ വരുമ്പോ അവൻ ഉറങ്ങിയിരുന്നു അല്ലേ ശരിക്കും? പൊളി. എന്താ പൊങ്ങിക്കോട്ടോ, പൊങ്ങുണ്ടോക്ക് പനി പങ്ങിച്ചോക്ക് ഫുള്ള് നോക്ക്, സൈഡ് മുക്ക്. ഓക്കെ, ഇന്ന് പോവാൻ പറ്റിയില്ല. ഓക്കെ പറ്റല്ലേ? കുഞ്ഞിക്കേണ്ടത് ചെറിയൊരു മുറിയായിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ക്ലീനിങ്ങിനിടയിൽ പറ്റിയ സംഭവം. അപ്പോൾ എനിക്ക് ഇത്ര പോളി സീന്. കുഞ്ഞാപ്പനെ വിളിച്ചാൽ പന്നെ കാണിക്കാൻ. കുഞ്ഞാപ്പ ഗായസ് അങ്ങ് പുഷപ്പ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുള്ളപ്പ് സപ്പോർട്ട് ചെയ്താൽ ചെയ്യും. പുള്ളപ്പിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം ഞാൻ. ഭാവന ബസ്സിൽ വരുമ്പോട്ടോ എന്താ ബസ് മാറുന്നു, എന്താ പാട്ട് വെക്കാത്ത തലക്കാടാണോ സ്റ്റോപ്പ്? അതിന്റെ ചോദിക്കേ അച്ഛ താളക്കാടല്ലേ എങ്ങനത്തത്. എന്നിട്ട് ബാക്കി പൈസ ഒക്കെ കിട്ടുമ്പോഴാണ് ഭയങ്കര ഇഷ്ടട്ടോ കുട്ടേന്റെ ഇടയിൽ എന്നിട്ട് മിഠായി വാങ്ങിക്കാനാണ്. സെറ്റായാലും ഒന്ന് ചൂടായി. അപ്പോൾ നിങ്ങൾ ഈ കാന്താരിയും ലോകയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. സെറ്റാണ് സിനിമ. ലോകയൊക്കെ എടുത്ത് പോയിട്ടുണ്ടാവും. കാന്താര ലോക എടുത്തിട്ടുണ്ടാവും ഇല്ലേ? ഏതും തിയേറ്ററിലൊക്കെ ഉണ്ടാവും. എല്ലാവരും കാന്താര അടിപൊളി പടം സെറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. ഓക്കെ, ലൈവ് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 11 to 1 മണിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ നമ്മളെ കടയത്തെ വിശേഷം, അന്നത്തെ അപ്പത്തെ എന്താ വിശേഷം, അതൊക്കെ അപ്പോൾ നമ്മളെ ഷോർട്സ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ സബ് കിട്ടിയിട്ടുണ്ട്, പുതിയ വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. ബാഡ് അങ്ങനെയല്ല. ബാഡ് എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് നന്നായിട്ട് ചെയ്യണം. നമ്മൾ ഗുഡ് തന്നെയാണ്. പക്ഷെ അതല്ല, നമ്മളിങ്ങനെ സിമ്പിൾ വീട്ടിലുള്ള കോസ്റ്റ്യൂം അതെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പൊ നോർമൽ ഒരു അതെ. പിന്നെ ഞങ്ങളുടെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി സെറ്റ് സാരി പട്ട് സാരി ഒക്കെ കൊടുത്തിട്ട് വന്നിട്ട് പാത്രമൊക്കെ കഴുകാൻ പറ്റും, ഇങ്ങനെ ജിമ്മൊക്കെ അടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ സെറ്റ്. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തുടർന്നും ആ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നാളെ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നന്ദി നമസ്കാരം പറയും. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ഗൈസ്.